നമ്മുടെ കൂടെയുള്ളത് EVM കോസ്റ്റ് ലൈൻ ഗാരേജസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജിമ്മി സാറാണ്. ജിമ്മി സാറിൻ്റെ അടുത്ത് ഇന്ന് നമ്മൾ ഈ ഒരു ബൈറ്റ് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കേരള ബഡ്ജറ്റ് വന്നതിന് ശേഷം EV വെഹിക്കിൾസിൻ്റെ ടാക്സ് 5% നിന്നും അത് പ്രൈസിങ്ങിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ EV ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് MG എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ MGയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഹലോ സർ, ഗുഡ് മോർണിംഗ്. സർ, നമ്മുടെ ഇപ്പോൾ ബഡ്ജറ്റ് വന്ന സമയത്ത് EVക്ക് ഒരു പ്രൈസ് അതിൻ്റെ റോഡ് ടാക്സിൽ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട് അല്ലേ? ഇത് ശരിക്കും സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് സാർ എങ്ങനെയാണ് ഈ ഒരു പ്രൈസ് ഹൈക്കിനെ അല്ലെങ്കിൽ ഈ ഒരു ടാക്സ് ഹൈക്കിനെ നോക്കിക്കാണുന്നത്? ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഈ റോഡ് ടാക്സ് ഹൈക്ക് നമ്മൾ ഒത്തിരി എഫക്റ്റ് ചെയ്യും. അതെ അല്ലേ? 15 lakhs താഴെയുള്ളതിന് 5%, പിന്നെ 15 to 20 lakhs 8%, above 20 lakhs 10% ഇതാണ് വരുന്നത്. നമ്മളുടെ ഇവിടെ കസ്റ്റമേഴ്സ് കേരളത്തിൽ വളരെ പ്രൈസ് സെൻസിറ്റീവാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ EV പെനിട്രേഷൻ ഉള്ള ഒരു മാർക്കറ്റ് കേരള. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോഴേക്കും വളരെ ഒത്തിരി അധികം കേരളം പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ലൈൻ ഗാരേജിൻ്റെ സെയിൽസിൻ്റെ അബൌട്ട് 85% EV എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ പ്രൈസ് സെൻസിറ്റീവാണ്. ഇത് നമ്മളിതിൻ്റെ അകത്ത് ഇവിടെ കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ 1 kilometer ഓടാൻ പെട്രോളിന് ഇത്രയാവും, അതേസമയം ഇലക്ട്രിക്കിന് ഇത്രയാവും. ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കസ്റ്റമേഴ്സ് മേടിക്കുന്നത്. വളരെ പ്രൈസ് എഫക്റ്റീവ് തന്നെയാണ്. ഇതിന് ഇനീഷ്യൽ കോസ്റ്റ് സാധാരണ EVക്ക് കൂടുതലാണ്. നമ്മുടെ സിമിലർ പെട്രോൾ കാറിന് വെച്ച് നോക്കിയാൽ അതിനെക്കാളും വളരെ കൂടുതലാണ് EVക്ക്. അതിൻ്റെ പുറമെ ഒരു എക്സ്ട്രാ ബേർഡനും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സെയിൽസിന് വളരെ ഒത്തിരി എഫക്റ്റ് ചെയ്യും. ഞങ്ങളുടേത് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ EV സെയിൽസിനെയും ബാധിക്കും. EVയുടെ ഇനീഷ്യൽ കോസ്റ്റിൽ വെച്ച് നോക്കുമ്പോഴേക്കും മോർ ദാൻ 1 lakh ഒക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ പല പ്രോഡക്ട്സിനും 1 ലക്ഷത്തിന് കൂടുതൽ കൂടും. അപ്പോൾ അതൊരു നല്ലൊരു ഹൈക്കാ. അപ്പം അവരുടെ EMI മാറും, അവരുടെ ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് മാറും. ഒരു വലിയൊരു അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഈ ഡിസിഷൻ. ഇപ്പോൾ വേറൊരു സംശയം, ഇപ്പോൾ അതിനകത്ത് ബഡ്ജറ്റിൽ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി റെന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു 10% ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മുടെ ബാസ് നമുക്ക് മാത്രമല്ലേ ഉള്ളൂ, ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതില്ല? ബാസായിട്ട് ബന്ധമില്ല. അതിൻ്റെ ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ഈ ബാറ്ററി എടുത്ത് മാറ്റാൻ പറ്റുന്ന സ്വാപ്പിംഗ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അതിനൊരു എക്സ്ട്രാ ടാക്സ് എന്നാണ് മനസ്സിലായിരിക്കുന്നത്. MGനെ ഈ ബാസിനോ അല്ലെങ്കിൽ അതിനോട് MGയുടെ പ്രോഡക്ട്സിനോ ഒന്നും അത് എഫക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ എപ്പോഴും കേൾക്കുന്ന ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ബാസ്, അതായത് നമ്മൾ ബാറ്ററിക്ക് റെന്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനായിരിക്കും ഇനി എക്സ്ട്രാ. അല്ല അല്ലേ? ബാറ്ററി നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഏത് വെഹിക്കിൾസ് ആണെന്ന് വേണ്ടില്ല, സ്കൂട്ടറിനാണെങ്കിലും ഏറ്റവും വില കുറഞ്ഞത് തൊട്ട് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വരെയും ബാറ്ററി റീപ്ലേസ്മെന്റ് ഉള്ള മോഡൽസ് ഉണ്ട്. അപ്പൊ അതിനായിരിക്കും ഈ ഒരു 10% ടാക്സ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EV എന്ന് പറയുന്നതിന് ഒന്നും കൂടി മുറുക്കി പിടിച്ച് EVയുടെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ 0. കർണാടകയിൽ 2500. ചില സംസ്ഥാനങ്ങളിൽ അവർ ഇങ്ങോട്ട് പൈസ തരും നമ്മൾ EV മേടിക്കുന്നതിന്. നമ്മൾ ശരിക്കും നമ്മുടെ ഇത്രയും പെനിട്രേഷൻ ഉള്ളപ്പം നമ്മളുടെ വോളിയംസ് കൂട്ടിയിട്ട് ഇതുപോലത്തെ സ്കീംസ് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ഇനിയും പെനിട്രേഷൻ കൂടും. ഇപ്പം നിങ്ങൾ പറയുവാണെങ്കിൽ കേരള പല കാര്യത്തിലും നാഷണൽ ലീഡിങ്. ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് കെയർ, ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഇതിനെല്ലാം നമ്മൾ മുമ്പിലാണ്. ഇപ്പോൾ നമ്മളൊരു വൈറലായി നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, കേരള 100% ഷാർക്ക് ടാങ്ക്. അപ്പം ഇപ്പം അതുപോലെ തന്നെ കേരളം മാതൃകയാവേണ്ട ഒരു ഭാഗമാണ് ഇതാണ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി EV സെയിൽസ് ഇത്രയും കൂടിയിട്ട്. തീർച്ചയായിട്ടും. പക്ഷെ അതിൽ ഇങ്ങനെ പ്രൈസ് ഹൈക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ രണ്ടാമത് ആലോചിക്കും. പക്ഷേ സാർ, നമുക്ക് വേണമെങ്കിൽ ചിലപ്പം ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വാങ്ങിക്കുന്ന റോഡ് ടാക്സ് കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിരിക്കും. എന്താ സാറിന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. നമ്മളുടെ ഇവിടെ പത്രത്തിലൊക്കെ ഇങ്ങനെ പല 30 കോടി രൂപ എക്സ്ട്രാ കിട്ടും.
പക്ഷേ ഗവൺമെന്റ് ഡെഫിനറ്റ്ലി അതിന് അവരിവിടെ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബെറ്റർ ചാർജിങ് സ്റ്റേഷൻസ് റെഗുലർ ഇന്റർവെൽസ്. പിന്നെ ചാർജിങ് സ്റ്റേഷന്റെ ബഗ്സ് നമ്മളുടെ കേരളത്തിലെ വലിയൊരു പ്രോബ്ലം, നമ്മുടെ KSEBയുടെ ചാർജിങ് സ്റ്റേഷൻസിലൊക്കെ ഒത്തിരി ബഗ്സ് ഉണ്ട്, പലപ്പോഴും ചാർജർ നോട്ട് വർക്കിംഗ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസും പിന്നെ ഒത്തിരി പുതിയ ചാർജിങ് സ്റ്റേഷൻസും കൊണ്ടുവരാൻ വേണ്ടി ഈ എമൗണ്ട് ഗവൺമെന്റ് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ. തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇത് ഈ ഒരു കാലയളവിലിടയിൽ സാറ് നേരത്തെ പറഞ്ഞ 80% നമ്മുടെ സെയിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന EV വെഹിക്കിൾസ്. എത്ര വെഹിക്കിൾസ് നമ്മൾ ആവറേജ് EV നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും? ഞങ്ങളിപ്പോൾ എല്ലാം കൂടി അറൗണ്ട് ഒരു 3000 ഇലക്ട്രിക് കാർസ് സെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ശരിക്കും പ്രോപ്പർ മാസമായിട്ടുള്ള സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 മുതലാണ്. അതിനും ചെറുതായിട്ട് കോവിഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ZS ഒക്കെ വലിയ പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു പുറത്തുനിന്ന്. 2022 ന്യൂ മോഡൽ ZS വന്നു കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞങ്ങൾ സെയിൽ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും കൊമറ്റ് വന്നു, ഫുൾ വിൻസർ അല്ലേ, ഇന്ത്യസ് ബെസ്റ്റ് സെല്ലിംഗ് EV ആണല്ലോ വിൻസർ. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്രയും സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഇതില് നമ്മളുടെ സെയിൽസ് ഇനിയും 85 എന്നുള്ളത് ഇനിയും മുകളിലേക്ക് ഇലക്ട്രിക് സെയിൽസിലേക്ക് ആയിരിക്കും പോകുന്നത്. ഇനിയിപ്പം സാറിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കാം. ഇനിയിപ്പോൾ അതിപ്പോൾ ഓൾറെഡി 13 തീയതിയായി, ഇനി ആകെ ഒരു 28 ഡേയ്സ് അല്ലേ ഉള്ളൂ മാസം. അപ്പോൾ മാർച്ച് ഏപ്രിൽ ഏത് മാസം സാധാരണ ഏപ്രിൽ മുതലല്ലേ റോഡ് ടാക്സ് ഇൻക്രീസ്? ഏപ്രിൽ മുതലാണ് റോഡ് ടാക്സ് ഇൻക്രീസ് ആവുന്നത്. വലിയൊരു ബെനിഫിറ്റ് ആണ്. 8%, അതായത് 5% നിന്ന് 3%. അത് ഇപ്പം പല കാറുകൾക്കെല്ലാം ഞാൻ പറഞ്ഞില്ല 1.5 lakhs ഒക്കെ ഇതിന് കൂടുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ എടുക്കാനുള്ളവർ മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് സാറും അഡ്വൈസ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് എല്ലാം നമ്മുടെ അടുത്ത് ഇവിടെ റെഡിയാണ്. നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്, റെഡി ഡെലിവറി എല്ലാം അവൈലബിൾ ആണ്, എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, സെൻട്രൽ ഗവൺമെന്റ് ബാറ്ററീസിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് ചില പത്രക്കാർ എഴുതേണ്ട അത് കുറച്ചത് കാരണം കുറച്ചതിന് കോമ്പൻസേറ്റ് ചെയ്യാണ് ഇത്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ഒരു ലോങ് ടേം പ്ലാനാണ്, ലോങ് ടേം വിഷനാണ്. അത് അതിനുള്ള നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ആവുന്നത്, ഏത് രീതിയിലാണ് ഇംപ്ലിമെന്റ് ആവുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മാനുഫാക്ചറേഴ്സ് ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാവുന്നത്, അവർ ബാറ്ററിയുടെ കോസ്റ്റ് കുറയുമ്പോൾ മാനുഫാക്ചർ ഡെഫിനറ്റ്ലി കാറിന്റെ പ്രൈസ് കുറയ്ക്കണം. പക്ഷെ അവർ എന്തോരം കുറയ്ക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അത് കാരണം അത് ഇതായിട്ട് ബന്ധമില്ല. മാർച്ചിന് മുമ്പ് എടുക്കാവുന്നവരെല്ലാവരും, മാർച്ച് 31 മുമ്പ് എടുക്കാവുന്നവരെല്ലാവരും ഈ റോഡ് ടാക്സ് ബെനിഫിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ സാർ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ സാർ, എന്തായാലും സാറിന്റെ ഒരു വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു.